ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ലോഗിംഗ് വിത്ത് സോണിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഹോം ടു വീഡിയോ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഈ വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷേ സാഹചര്യങ്ങൾ കാരണം ഐ കുഡന്റ് ഡു ഇറ്റ്. ആൻഡ് സാഹചര്യങ്ങൾ എന്ന് പറയുമ്പം ഇറ്റ്സ് ബേസിക്കലി കൺസ്ട്രക്ഷൻ വർക്ക്സ്. ഓക്കെ, അപ്പം നമ്മൾ ഈ വീട് കീ കിട്ടിയ സമയത്ത് നമ്മൾ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക്സിനൊക്കെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 75-80% കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വീട്ടിലോട്ട് താമസം മാറിയത്. അത് കഴിഞ്ഞ് പിന്നെയും ബാക്കി 20% കിടക്കല്ലേ. അപ്പോൾ ആ ഒരു 20% വെച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താൽ ഒരു രസം കാണില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഐ തോട്ട് ഐ വെയിറ്റ് ടിൽ എവറിത്തിങ് ഇസ് കംപ്ലീറ്റഡ്. ഓക്കെ, പക്ഷേ ഇനിയും ഉണ്ട് നമുക്കൊരു 3 to 4 അല്ലെങ്കിൽ ഒരു 5% വർക്ക്സ് ബാക്കി കിടക്കുന്നതായിട്ട്. അത് ഇനിയും സമയമെടുക്കും അവർക്ക് തീർക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതവിടെ നിൽക്കട്ടെ, നമുക്കുള്ളത് വെച്ച് ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഹോം ടൂർ വീഡിയോ ആണ്. നിങ്ങളിൽ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും എനിക്കറിയാം. കാരണം ഏതൊക്കെയോ വീടിൻ്റെ വീഡിയോസിൽ ഹോം ടൂർ വീഡിയോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഹോം ടൂർ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ആക്ച്വലി വീടിൻ്റെ വെളിയിൽ വെച്ച് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും ഇപ്പം എന്താ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ മൊത്തം മഴയാണ് കേട്ടോ, വെള്ളം പോകുന്നത് കേട്ടോ. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് ചെയ്യുന്നത്. ഹോം ഇസ് വെയർ യുവർ ഹാർട്ട് ഇസ്, അല്ലേ? നമ്മൾ ഈ ലോകത്ത് എവിടെ ട്രിപ്പിന് പോയാലും എന്ത് കാര്യം ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു വോണ്ട് ടു കം ബാക്ക് ഹോം. അപ്പം ആ ഒരു വീടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടെ വീട് സ്വർഗമാണ്. എല്ലാവർക്കും അവരുടെ വീട് വെരി സ്പെഷ്യൽ ആയിരിക്കും, അല്ലേ? അപ്പം നമ്മുടെ ഈ ഒരു വീട് നമുക്കിപ്പം കയ്യിൽ വന്ന് ചേർന്നിരിക്കുന്ന ഒരു 4 മാസം മുന്നേ ആണ്. 4 മാസം ആയതേ ഉള്ളൂ ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട്. ടു ബി വെരി ഓണസ്റ്റ്, നമ്മൾ ഇതിന് മുന്നേ ഒരു 4-5 വീടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചില വീടുകൾ നല്ലതാണ്, പക്ഷെ അവരുടെ ഫിനാൻസ് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യും. ചില ഫിനാൻസ് ഇസ് വെരി ഓക്കെ ഫോർ us, ബട്ട് ദെൻ നമുക്ക് വീട് ഭയങ്കര കുഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ റൂംസ് കുറവായിരിക്കും, അങ്ങനെ. അപ്പം എന്തെങ്കിലുമൊക്കെ കാണും, പക്ഷെ അല്ലെങ്കിൽ ബാക്ക് യാർഡ് കാണത്തില്ല, അല്ലെങ്കിൽ ഫ്രണ്ട് സ്പേസ് കാണത്തില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവർക്കും ഒരു വീട് നോക്കി തുടങ്ങുമ്പോൾ ആഗ്രഹങ്ങളുണ്ടാവും, അല്ലേ? അത് വേണം, ഇത് വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, അങ്ങനെയൊക്കെ. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒത്തുചേർന്ന് ഒരു വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് തിങ്. ആൻഡ് ഞങ്ങളത് മനസ്സിലാക്കിയത് ഇസ് വെൻ വി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ എ ഹൗസ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഈസി അല്ലാത്തൊരു കാര്യമാണെന്ന്. എനിവേസ്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഫൈനലി ദിസ് ഹൗസ് ഇസ് എൻ ആൻസർ ടു അവർ പ്രേയേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ വീട്. ഈ വീടിന് നമ്മളെ അതുപോലെ ഇഷ്ടമായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഈ വീട് ക്യാച്ചി ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വീട് മേടിക്കാം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ വീടിൻ്റെ ടൂർ കാണിക്കുമ്പോൾ ഞാനിങ്ങനെ മെൻഷൻ ചെയ്യാം ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു എന്നൊക്കെ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? സോ കം, ലെറ്റ്സ് ഗോ. ആദ്യമേ തന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ. ഫ്രണ്ട് ആൻഡ് സൈഡ് നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ ഒരു എൻട്രൻസ് ഡോർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുന്നത്, കയറി വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെയാണ് കാണുക. ഓക്കെ, അപ്പം നമ്മുടെ എൻട്രൻസ് ഡോർ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സ്പേസിൽ നമ്മൾ നമ്മുടെ ഷൂ റാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു സ്റ്റോറേജ് പോലെ, ദാറ്റ് ഇസ് നമ്മുടെ ക്ലീനിങ് സ്റ്റോറേജ്. ഓക്കെ, ദാറ്റ് ഇസ് വാക്യൂം ക്ലീനറും സ്റ്റീമറും ഒക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്താ പറയുന്നത്, അതൊരു ഹിഡൻ സൈഡായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഇത് ജോപ്പിയുടെ സെറ്റാണ്, ടൂൾ ബോക്സ് ഒക്കെയാണ്. ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി മീറ്ററും ഒക്കെ ഉള്ള ഒരു ചെറിയ കവേർഡ്. പിന്നെ നമ്മൾ വന്നപ്പം നമ്മളൊരു എന്താ പറയുക, നമുക്കൊരു ഫ്രെയിം ഇവിടെ തൂക്കാമെന്ന് വെച്ചു. ആദ്യം നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇവിടെ എന്ത് വെക്കണമെന്ന്. പിന്നെ വിചാരിച്ചു സാം 91 ഫുൾ സാം അങ്ങ് ഹാങ് ചെയ്യാതെ. സാം 91 നമുക്കറിയാലോ, ഇതൊരു പ്രൊട്ടക്ഷൻ സാം ആണ്. അപ്പം ബൈബിൾ സാം 91 അങ്ങ് ഹാങ് ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ ചെറിയൊരു ഫ്രാഗ്മെന്റ്സ് വെച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചെറിയ സ്പേസ്. ഇതെന്ന് പറയുമ്പോൾ സ്റ്റോറേജ് തന്നെയാണ്, ഷൂ സ്റ്റോറേജ് തന്നെയാണ്. നമ്മളിപ്പം സമ്മറിൽ ഉപയോഗിക്കുന്ന ഷൂസും സാൻഡിൽസും ഒക്കെ ഇതിൻ്റെ അകത്തും വെച്ചു. വിന്റർ ആയതുകൊണ്ട് ഇപ്പം വിന്ററിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീട് കണ്ടാലോ? സോ ഈ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഇനി പോകുന്നത്. വാ.
അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ഓക്കെ, ഇതൊരു ചെറിയ കോസി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ലിവിങ് സ്പേസ്, ഈ ഒരു വീടിൻ്റെ കേട്ടോ. കാരണം നമ്മൾ അതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ വീടിൻ്റെ കീ കിട്ടിയപ്പോൾ തുടങ്ങി ഒരു 1.5 months പിടിച്ചു നമുക്ക് ഇതിൻ്റെ ഫുൾ റീമോഡലിംഗ് ചെയ്ത് തീർക്കാനായിട്ട് കേട്ടോ. അതും ഫുള്ളി തീർന്നിട്ടില്ല, 98% തീർന്നിട്ടുള്ളതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സോ സോഫ ഒഴിച്ച്, സോഫ ബ്ലാക്ക് നമ്മുടെ പഴയ സോഫ തന്നെയാണ്, അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലിവിംഗ് സ്പേസ് ഡെക്കോർ ചെയ്തേക്കുന്നത്. അപ്പം ലാമിനേറ്റ്സ് നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ലാമിനേറ്റ്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം പ്രോപ്പർലി പ്യോർലി ഈ പറയുന്ന മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാർപ്പറ്റ് ആകുമ്പോൾ നമുക്ക് കുഞ്ഞൊക്കെ ഉള്ളപ്പോൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലാമിനേറ്റ്സ് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. പിന്നെ എന്താ പറയാ, ലാമിനേറ്റ്സിന്റെ ഷെയ്ഡും ഈ ടേബിളിന്റെ ഷെയ്ഡും കോംപ്ലിമെന്റ് ചെയ്യും. ഈ ടേബിൾ ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വന്ന ഒരു കാര്യം, ഇതിന് ബ്ലാക്ക് എന്താ പറയുക, ബ്ലാക്ക് ലൈനിങ്സ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോഫയ്ക്ക് അത് നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കും. പിന്നെ അത് കൂടാതെ നമ്മൾ റഗ്, നമുക്ക് പഴയ റഗ് ബ്ലാക്ക് ആയിരുന്നു, അത് നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു ബേജ് റഗ് എടുത്തു. ഓക്കെ, എന്നിട്ട് പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കുഷന്റെ കളർ പിങ്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അത് ഐവറിയിലേക്ക് മാറി. അതും നമ്മൾ കുറച്ച് എന്താ പറയുക, മിക്സ്ഡ് ഡിസൈൻ ആയിട്ടൊക്കെയുള്ള കുഷനൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. പിന്നെ ഇവിടോട്ട് വരുമ്പോൾ ഇത് ആക്ച്വലി ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫയർ പ്ലേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയാ, നമുക്കറിയാം നമ്മൾ ഫയർ പ്ലേസ് ഉപയോഗിക്കില്ല, ഞങ്ങൾ പേഴ്സണലി ഉപയോഗിക്കാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് എടുത്ത് കളഞ്ഞു. അതിന് പകരം നമ്മൾ ഈ ഒരു വാളിനെ മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുന്നത്, വുഡൻ സ്ലേറ്റിംഗ് ചെയ്തു. ഓക്കെ, അഗൈൻ നമ്മൾ ഒരു എന്താ പറയുന്നത് 3 ഫ്രെയിംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ, ഇത് ഷീനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതൊരു സെറ്റിൽ 3 ബൈബിൾ വേഴ്സസ് ആണ് വരുന്നത്, ഫെയ്ത്ത്, ഹോപ്പ്, ലവ്. ഇതിന് കളർ പ്രിൻസും അവൈലബിൾ ഉണ്ട്, ഡിഫറെൻറ്റ് ഫോൺസിൽ അവൈലബിൾ ഉണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ ഈ ബ്ലാക്ക് ഫ്രെയിം ഉണ്ടല്ലോ, അത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ബാക്ക്ഗ്രൗണ്ടിൽ സെയിലിൻ്റെ ഒച്ച ഒരുപാടായിരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. നമ്മൾ ലൈറ്റിംഗ് നോക്കുവാണെങ്കിൽ വീട്ടിലുള്ള എല്ലാ ലൈറ്റ്സും നമ്മൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. ആൻഡ് 95% വൈറ്റ് ലൈറ്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ലിവിങ് ഏരിയ ഒരു സ്ക്വയർ ലേ ഔട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, ദാറ്റ് ഇസ് കോർണറിലായിട്ട് TV ആണ് അവിടെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പം TV നമ്മൾ വാളിലേക്ക് മൗണ്ട് ചെയ്തേക്കുവാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയിലായിട്ടാണ് നമ്മുടെ പ്ലാന്റ് കോർണർ നമ്മളിപ്പം ഫോർ ടൈം ബീങ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പം സെയിലിൻ നടന്നു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ക്രോളൊക്കെ ചെയ്ത് തുടങ്ങുമ്പം നമുക്കിതൊന്നും അവിടെ വെക്കാൻ പറ്റില്ല. അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം മാറും അതിൻ്റെ. പക്ഷേ ഫോർ ടൈം ബീങ് ഇപ്പം അവിടെയാണ് നമ്മൾ പ്ലാന്റ് കോർണറാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ വിൻഡോസിനെ പറ്റി പറയാം. നമ്മളിവിടെ വേർട്ടിക്കൽ ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ വിൻഡോസിലും വേർട്ടിക്കൽ ബ്ലൈൻഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. 1-2 സ്ഥലങ്ങൾ മാത്രം നമ്മൾ ഹൊറിസോണ്ടലാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇവിടെ UK എല്ലാ വീട്ടുകളും ഞാൻ കണ്ടേക്കുന്നത് മോസ്റ്റ്ലി ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഡിസൈൻസിലൊക്കെ അത് അവൈലബിൾ ആണ്. ആൻഡ് ഈസിയാണ് യൂസ് ചെയ്യാൻ, സ്പെഷ്യലി നമുക്ക് വെട്ടമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പുള്ളൗട്ടും പുള്ളിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് നമ്മളിത് ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് ഇനി നമുക്ക് വരാം. ഓക്കെ, അപ്പം ലിവിങ് ഏരിയനോട് തന്നെ ചേർന്നാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിളിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കറക്റ്റ് നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ലാമിനേറ്റ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മളത് അങ്ങനെ തന്നെ പോയി ഇങ്ങെടുത്തു. 4 seater ആണിത്. പിന്നെ നമുക്ക് ഇനി എക്സ്ട്രാ 1-2 പേർക്ക് വേണ്ടി ഇരിക്കാം. നമ്മൾ 2 ചെയർസ് ഇട്ടാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വേറെ കാര്യമാണ് ഇങ്ങോട്ടൊന്ന് കാണിച്ചു ജോബി. ഈ ഒരു സാധനം ഞാൻ പ്രീവിയസ്ലി ഒരു ഷീൻ ഹോൾ വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷീനിൽ നിന്ന് മേടിച്ചാണ്. ഇവിടെ ഹാങ് ചെയ്യാനായിരുന്നു ഇത് മേടിച്ചിരുന്നത് കേട്ടോ. ഇത് നമ്മുടെ കോർണർ യൂണിറ്റാണ്, പഴയത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഡൈനിങ് സെറ്റൊക്കെ വെക്കുന്ന ഫേർണിച്ചറും നമ്മൾ മാറ്റിയിട്ടില്ല.
നമ്മുടെ ഡൈനിങ് ഏരിയനെ ചേർന്ന് തന്നെ നമുക്ക് ഫ്രഞ്ച് ഡോർസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഈ ഒരു വീട് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സിൽ നിന്ന് ഒരു ഫാക്ടറാണ് ഈ ഒരു സംഭവം. ദാറ്റ് ഈസ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പം നമുക്ക് നല്ല സ്പേസ് ഉണ്ട് വെളിയിൽ ഭാഗത്ത്, ഫ്രണ്ടും സൈഡിലും. ആൻഡ് ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് സ്പേസ് അത്ര ഇല്ലെങ്കിൽ പോലും ചെറിയൊരു ബാക്ക് യാർഡ് ഉണ്ട്. അപ്പം ഈ ഒരു ബാക്ക് യാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാനിപ്പോൾ തണുപ്പായതുകൊണ്ടാണ് തുറക്കാത്തത്, ഈ ഡോറ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഡെക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ഇരുന്ന് ചായ കുടിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ സമ്മറിലൊക്കെ നമുക്ക് നല്ലതായിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്യാം, പിള്ളേർക്ക് കളിക്കാം. അങ്ങനെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ ആ കാണുന്നതാണ് ഒരു ചെറിയ ഗ്യാരേജ് പോലെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത്രയും സ്പേസ് ഉണ്ട് ബാക്ക് സൈഡിലേക്ക്. ഇതാണ് ഡൈനിങ്ങിനെ കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡോർ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വെട്ടമാണ് കേട്ടോ, സമ്മറിലൊക്കെ നല്ല വെട്ടമായിരിക്കും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കാണാം കേട്ടോ. സോ ബേസിക്കലി ഞാൻ കിച്ചന്റെ ഒരു വീഡിയോ നന്നായിട്ട് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡൈനിങ് സ്പേസിനെ കണക്ട് ചെയ്താണ് കിച്ചൺ നിൽക്കുന്നത്, പക്ഷെ കിച്ചൺ സെപ്പറേറ്റ് ആണ്. ആൻഡ് ദാറ്റ് വാസ് വൺ അതർ ഫാക്ടർ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള റീസൺസ് കേട്ടോ. അപ്പം കിച്ചന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടാണ്. നമ്മള് എന്താ പറയുക, കിച്ചനെ റീമോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വർക്ക്സും നമ്മൾ റെന്റ് കിച്ചൺസിൽ നിന്നാണ് അവരെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കിച്ചനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ലാമിനേറ്റിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആണ് കബേർഡ്സിന്റെ ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. പിന്നെ വർക്കിംഗ് സ്പേസ് മാത്രം ബ്ലാക്ക് അല്ല, കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, സ്റ്റോറേജ് കബേർഡ്സിനെ പറ്റി പറയുന്നത് ഇതൊന്ന് കാണിച്ചേക്കാം അല്ലേ. ഇത് മാത്രം ഞാൻ കാണിച്ചു തരാം, ബാക്കി സ്ഥലങ്ങളെല്ലാം നമ്മളിങ്ങനെ ഡംപ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഇതും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. പിന്നെ ഡോറിന്റെ സൈഡ് കാണിക്കാം. ഇത് പഴയ ഡോർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അത് നമ്മൾ മാറ്റി ഒരു സ്റ്റേബിൾ ഡോറാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സ്റ്റേബിൾ ഡോർ എന്ന് പറയുമ്പോൾ ഈ ഡോറിന് നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൻ ഐഡിയോളജി ബിഹൈൻഡ് ദിസ് ഡോർ ഇസ് ബിക്കോസ് ഈ പറയുന്ന സമ്മറിലൊക്കെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് സ്മെല്ലൊക്കെ പോകണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോർ തുറന്നിട്ട് ചെയ്യാൻ പാടല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കിതിനെ രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അയ്യോ കുറച്ച് പാടാണ്. ഒന്നിങ്ങനെയാണ്, ഓക്കെ, നമുക്ക് മേലിൽ നിന്ന് സ്മെല്ലൊക്കെ വെളിപ്പൊക്കോളും. പിന്നെ അത് കൂടാതെ നമുക്ക് ഇങ്ങനെയും ഓപ്പൺ ചെയ്യാം, ഹാഫ് ഡോർ ആയിട്ട്. എടുത്തു. ഓക്കെ, അപ്പം ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് സ്മെല്ല് നല്ലതായിട്ടങ്ങ് പൊക്കോളും. അതാണ് ഇതിൻ്റെ ഒരു. നമ്മുടെ കിച്ചണിൽ വാൾസിലൊക്കെ സ്പ്ലാഷ് പ്രൂഫ് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ അപ്പോയിൻമെൻറ്റ്സ് കിട്ടാൻ കുറച്ച് ഡിലേഡ് ആവുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിലേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് വൺ ഓഫ് ദ പെൻഡിങ് വർക്ക്സ്. ഇത്രയൊക്കെയുള്ളൂ കിച്ചൺ. ഈ ഒരു ഫ്ലോറിംഗ്, ദാറ്റ് ഈസ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ലിവിംഗ് സ്പേസും ഡൈനിങ്ങും പിന്നെ ഈ വരുന്ന കിച്ചണും മാത്രമാണ് വരുന്നത്. ബെഡ്റൂംസ് ഒക്കെ മേളിലാണ്. നമുക്ക് കണ്ടാലോ? വാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മേളത്തെ നിലയിലോട്ട് പോവാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ബെഡ്റൂംസും വാഷ്റൂമും ഒക്കെ വരുന്നത്. നമ്മൾ ഈ വീട്ടിൽ എല്ലാം ഫ്ലോറിങ്ങും മോസ്റ്റ്ലി 95% നമ്മൾ ഈ പറയുന്ന ലാമിനേറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റെയർവെൽസിലും പിന്നെ ഈ പറയുന്ന ബെഡ്റൂംസിന്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ മൊത്തം നമ്മൾ കാർപ്പറ്റ് ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മൾ ഈ പറയുന്ന കാർപ്പറ്റിന്റെ കളറും ഷെയ്ഡും ഒക്കെ നമ്മുടെ ലാമിനേറ്റ് കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ലാമിനേറ്റ്സിനെ മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കാർപ്പറ്റ്സിൽ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു വീടിന് മറ്റൊരു അട്രാക്ഷനാണ്, നല്ലൊരു നെയ്ബർഹുഡ് ഉണ്ട് നമുക്ക് കേട്ടോ. നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ദേ അങ്ങ് ആ റൈറ്റ് സൈഡിൽ ഒരു റെഡ് വണ്ടി കിടക്കുന്നത് കണ്ടോ, അത് ഞങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിൻ്റെ വീടാണ്, എലൈസയും എലനയുടെയും. ഒരു ഫ്രെയിം നമ്മളിവിടെ ചെറുതായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. സ്റ്റെയറിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് എന്താ പറയുക 3 ഡോർസ് ആണ് കാണാൻ പറ്റുക. സോ ഇത് നമ്മുടെ വാഷ്റൂം ആണ്. നമുക്ക് ഒരു വാഷ്റൂമേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കിൽ കാണുന്നത് ഇത് ബെഡ്റൂം 1 ആൻഡ് ബെഡ്റൂം 2. ഓക്കെ, അപ്പം വാഷ്റൂം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നോർമൽ വാഷ്റൂം ആണ്. വലിയ ചേഞ്ചസ് ഒന്നും വരുത്താതെ നമ്മൾ ബാത്റൂം പഴയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആകെ ചെയ്തിരിക്കുന്ന വിനൈൽ ഫ്ലോറിങ് മാത്രം ചെയ്തു കൊടുത്തു. ബാത്റൂം ഫുള്ളി ഫങ്ഷണൽ ആയിരുന്നുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ആവശ്യം കണ്ടില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ലൈറ്റ് കൂടി ഇടാം. ഈ 2 ബെഡ്റൂംസ് നമ്മൾ വാം പ്ലസ് വൈറ്റ് ലൈറ്റ് മിക്സ്ഡ് ആണ് നമ്മുടെ ലൈറ്റിംഗ് വരുമ്പോൾ. നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് തെറ്റിയതാണ്. നമ്മൾ വൈറ്റ് ലൈറ്റ് ആണ് നോക്കി പോയത്, പക്ഷെ നമ്മൾ മേടിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് മിക്സ്ഡ് ലൈറ്റ് ആണ് വന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ
നല്ല ആവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആണ് തന്നെ കാര്യം പറയാം കേട്ടോ. നമ്മൾ ഈ ഒരു ബെഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ വീട്ടിലാണെങ്കിൽ പഴയ വീടുകളിൽ നമ്മൾ നിന്നപ്പോൾ നമ്മുടെ ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് വേറെ ഇല്ല. ഓക്കെ, പിന്നെ ഇൻബിൽറ്റ് കബേർഡ് ആയിരുന്നു അവിടെ, എന്നാലും നമുക്ക് സ്പേസ് ഇത്രയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്നപ്പം നമുക്ക് ആവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആണ്. ഈ ബെഡിന്റെ ചുറ്റും മൊത്തം നമുക്ക് നടക്കാൻ സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ ഈ കബേർഡ്സ് ഇവിടെ നമുക്ക് ഇൻബിൽറ്റ് കബേർഡ് ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ റെനിൻ തന്നെയാണ് പർച്ചേസ് ചെയ്തത്. നമുക്ക് കിച്ചൺ അവിടെ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു കൂപ്പൺ കിട്ടി. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ കബേർഡ്സ് മേടിച്ചത്. ഈ കബേർഡ്സ് മൊത്തം ഡിസ്മാൻഡിൽ ആയിട്ടാണ് വന്നത്. നമ്മൾ എന്താ പറയുന്നത്, അത് ടൈം എടുത്ത് അതിനെ ഒരുമിച്ചാക്കി ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം കബോർഡും ഈ ബെഡും ഇതെല്ലാം ഇട്ടിട്ട് തന്നെ ഇത്രയും സ്പേഷ്യസ് ആണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പൊ നമ്മുടെ ബെഡ്റൂം കണ്ടല്ലോ. അപ്പം ബെഡ്റൂം 2ന്റെ മുന്നിലായിട്ട് നമുക്കൊരു ചെറിയ വോൾ സ്പേസ് ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു വേറെ കാര്യം ഓർത്തു കേട്ടോ. നമ്മൾ ഈ സ്റ്റെയർ കേസിന് ആക്ച്വലി ഫേസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു വോളിൽ എനിക്ക് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, അതായത് ഈ ഫ്രെയിം വർക്ക് വല്ലതും ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് തിങ് ഇസ് നമ്മൾ 3 പേരും കൂടിയുള്ള നല്ലൊരു ഫാമിലി ഫോട്ടോ നമുക്ക് ഇതുവരെയായിട്ടും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചെയ്യാതിരിക്കുകയാണ് കേട്ടോ. ആ വോൾ അതുകൊണ്ടാണ് എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഫ്രെയിംസൊക്കെ കുറച്ച് ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ കപ്പിൾ ഫോട്ടോസ് ആയിരുന്നു ഇതിൽ കൂടുതലും ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റും നമ്മളിത് ടർക്കി പോയപ്പം അവിടെ നിന്ന് കിട്ടിയ ഫ്രെയിംസ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്താ പറയുന്നത്, ഒരു ചേഞ്ച് വേണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ സെയിലിൻ്റെ ഒരു 4-5 ഫോട്ടോസും ബിബ്ലിക്കലായിട്ടുള്ള കുഞ്ഞുങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബൈബിൾ വേഴ്സസും കൂടി സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതിനെ രണ്ടും കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സൈഡ് ഞങ്ങളിപ്പം റെഡിയാക്കിയിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഇതൊരു സെക്കൻഡ് ബെഡ്റൂം ആണ്. നമ്മളിത് മേടിക്കാൻ വന്ന സമയത്ത് അവർ പറയുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, മറ്റേ നമ്മൾ കിടക്കുന്ന റൂമാണ് സെക്കൻഡ് ബെഡ്റൂം എന്നാണ്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയും കണ്ടില്ലേ, കബേർഡ്സ് ഉണ്ട്, ബെഡ് ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് നല്ലപോലെ സ്പേഷ്യസ് ആണ്. ബെഡ്റൂംസ് എല്ലാം ലാമിനേറ്റ്സ് ആണ് കേട്ടോ. ആകെ നമ്മൾ സ്റ്റെയർവെൽസും പാത്വേസിലും മാത്രമേ ഉള്ളൂ കാർപ്പറ്റ് ചെയ്തേക്കുന്നത്. പ്യോർലി ക്ലീനിങ് പർപ്പസിന് വേണ്ടി മാത്രമാണ്, കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി അല്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ ഈ വീട് കാണാൻ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഇതിനൊരു സെക്കൻഡ് ഫ്ലോർ കൂടിയുണ്ട്. ആൻഡ് അവിടെയാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത് കേട്ടോ. 3ാമത്തെ ബെഡ്റൂം മാത്രമല്ല, ഒരു ചെറിയ സിറ്റിംഗ് ഏരിയയും കൂടി വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഒരു നിലയിൽ, ദാറ്റ് ഈസ് സ്റ്റെയർവെൽസ് തുടങ്ങി ഈ ഒരു ഫുൾ ഫ്ലോറിങ് നമ്മൾ കാർപ്പറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. 3rd ബെഡ്റൂമിനോട് ചേർന്നാണ് ഈ ഒരു ചെറിയ സ്പേസ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ മനസ്സിൽ കുറേ ഐഡിയാസൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് അത് ഫോമുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗ്രാജുവലി നമുക്ക് ചെയ്യാമല്ലോ. ഒരു സിറ്റിംഗ് ഏരിയയോ അല്ലെങ്കിൽ ഒരു മിനി ഓഫീസായിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാം. ഇനി അതല്ല സെയിലിൻ വളർന്നു വരുമ്പോൾ അവർക്ക് അവളുടെ സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷേ എന്താ പറയുന്നത്, സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സ്ക്വയർ ലേ ഔട്ടിലാണ്. എന്നാൽ ഒരുപാട് കഞ്ചഷനും ഇല്ല, എന്നാൽ ഒത്തിരി സ്പേഷ്യസും അല്ല. പക്ഷേ നല്ല രീതിയിലാണ് അവരതിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലോറിൽ നമുക്ക് വെലക്സ് വിൻഡോസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ സ്ലാൻഡിങ് ആയിട്ടുള്ള വിൻഡോസ്. ഇതിൽ കൂടെ നമ്മളിങ്ങനെ വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു വിൻഡോയിൽ കൂടെ ആദ്യമായിട്ട് കാണുന്നത് സ്കോട്ട്ലൻഡിൽ പോയപ്പോഴാണ്. സ്കോട്ട്ലൻഡിൽ ഐൽ ഓഫ് സ്കൈയിൽ നമ്മൾ വിസിറ്റ് ചെയ്തപ്പം അവിടെ ഞങ്ങളൊരു ചെറിയ റൂം സ്പേസ് എടുത്തപ്പം ഇങ്ങനത്തെ വിൻഡോസ് ആയിരുന്നു. മൈ ഗോഡ്, ആ ഒരു വിൻഡോ കൂടെ കണ്ട ആ വ്യൂ ഇന്നും എൻ്റെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഈ വീട്ടിൽ വന്നപ്പം ഇതുപോലത്തെ 2 വിൻഡോസ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്ലാറ്റ്. ഫൈനലി ഇതാണ് നമ്മുടെ 3rd ബെഡ്റൂം. ഓക്കെ, ഈ ഒരു ബെഡ്റൂം സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് ലേ ഔട്ട് വരുന്നത്. ആൻഡ് റൂഫ് വൈസ് നോക്കുവാണെങ്കിൽ ഇതിനൊരു സ്ലാൻഡിങ് റൂഫാണ് വിത്ത് വെലക്സ് വിൻഡോ. നമ്മൾ കറൻ്റ്ലി ഈ ഒരു റൂമിനെ ഒന്നും സെറ്റപ്പ് ചെയ്യാൻ നിന്നിട്ടേ ഇല്ല. ജസ്റ്റ് ഒരു സിംഗിൾ ബെഡ് ഇടാനാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ സോർട്ട് ചെയ്ത് വരണം. ഗ്രാജുവലി ചെയ്യാമല്ലോ. ഫ്യൂച്ചറിൽ ഇത് മേ ബി സെയിലിൻ്റെ റൂമായിട്ട് മാറും. അപ്പം നമുക്ക് ഈ ഒരു റൂമിൽ സിംഗിൾ ടു ഡബിൾ ബെഡ് വരെ ഇടാൻ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. അതിൽ വലിയ ബെഡ് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്കൊരു സൈസ് അസംഷൻ ചെയ്യാമല്ലോ. ഈ ഒരു ഫ്ലോറിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സ്പേസുകൾ ഇവർ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സ്റ്റോറേജ് അവൈലബിലിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ക്ലിപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ വീടിൻ്റെ വീഡിയോസിൽ ഏതോ ഒരു കമൻറ്റ് സെഷനിൽ ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ്, നമ്മൾ UK ഒരു വീട് മാറുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന്.
ഉറപ്പായിട്ട് നമുക്ക് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയും നാളായിട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതൊരു ഹോം ടൂർ വീഡിയോ അല്ലേ, എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് ഓഫ് ഇൻഫർമേഷനും കൂടി ഷെയർ ചെയ്യാമെന്ന്. ഒത്തിരി ലെങ്തി ഒന്നും ആവത്തില്ല, മെയിൻ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ വീടിൻ്റെ കീ കിട്ടിയ ദിവസം തന്നെ നമ്മൾ നമ്മുടെ ലാൻഡ് ലോഡിന് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. നമുക്ക് ലാൻഡ് ലോഡ് അല്ലായിരുന്നു, ലാൻഡ് ലോഡിൻ്റെ നമ്മുടെയും സെൻട്രൽ ഒരു ഏജൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഏജൻസിക്കാണ് നമ്മൾ ഇമെയിൽ അയച്ചത്. അവർ ഇമെയിൽ വായിച്ചതിന് ശേഷം അന്ന് തുടങ്ങി ഒരു മാസമാണ് നമുക്ക് നോട്ടീസ് പീരീഡ് തന്നെ. ഇപ്പോൾ നോട്ടീസ് പീരീഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ടെനൻസി അഗ്രിമെൻ്റ് ഉണ്ടല്ലോ, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വെദർ ഇറ്റ് ഇസ് 1 month നോട്ടീസ് 2 months നോട്ടീസ് അങ്ങനെയൊക്കെ. അപ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിരിക്കണം ഈ പറയുന്ന നോട്ടീസ് പീരീഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയോ, ദാറ്റ് ഈസ് നമുക്ക് കീ കിട്ടിയ ദിവസം, ആ ദിവസം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഓൾറെഡി വീഡിയോ ആയിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം തന്നെ നമുക്കിവിടെ വീടുകളിലെല്ലാം മീറ്റേഴ്സ് ഉണ്ട് ഫോർ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, എല്ലാത്തിനും മീറ്റർ റീഡിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ആ മീറ്റേഴ്സിൻ്റെ നമുക്കറിയാമല്ലോ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്. അപ്പം ആ മീറ്റേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നൗ ദാറ്റ് ഇസ് ബിക്കോസ് ഈ ഒരു വീട് ഇതിന് മുന്നേ വേറൊരു ടെനൻറ്റ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ന് തുടങ്ങിയാണോ ഇവിടെ കീ മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് അന്ന് തുടങ്ങിയുള്ള പേയ്മെൻ്റ് ആണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വന്നാൽ അതൊരു പ്രൂഫായിട്ട് നമ്മുടെ സൈഡ് സേഫ് ചെയ്യാനായിട്ട് മാത്രം നമ്മൾ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഇലക്ട്രിസിറ്റി പ്രൊവൈഡറിനെയും ഇലക്ട്രിസിറ്റിയും ഗ്യാസും പിന്നെ വാട്ടർ ഇവരെല്ലാം പ്രൊവൈഡേഴ്സിനെ നമ്മൾ വിളിച്ചറിയിക്കണം. ദാറ്റ് ഇസ് നമ്മളാണ് ഇനി മുതൽ ഇവിടെ ഈ ദിവസം തുടങ്ങിയാണ് മൂവ് ഇൻ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പം അതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ എററും വരാത്ത രീതിയിൽ നമ്മളൊന്ന് വിളിച്ചറിയിച്ചു കഴിഞ്ഞ് എല്ലാം അവിടെ തുടങ്ങി നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേയ്മെൻറ്റിലൊന്നും ഒരു വലിയ ഇഷ്യൂ വരാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചേഞ്ച് ഓഫ് അഡ്രസ്സ് ആണ്. അപ്പം അത് നമുക്കറിയാമല്ലോ, നമ്മളിപ്പം വീട് മാറുമ്പോൾ അതിപ്പോൾ റെൻറ്റഡ് ഹൗസിലേക്ക് മാറുവാണെങ്കിലും വീട് മേടിച്ച് മാറുവാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഡെഫിനറ്റായിട്ടും വീട് മാറിയാൽ ഉറപ്പായിട്ടും ചേഞ്ച് ഓഫ് അഡ്രസ്സ് നടത്തിയിരിക്കണം. അതിപ്പോൾ നമുക്ക് വിളിച്ചറിയിച്ച് ചെയ്യാം. ഇനി അതല്ല, ചില സ്ഥലങ്ങൾ നമുക്ക് ഇമെയിൽ അയച്ചും ചെയ്യാവുന്നതുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട മെയിൻലി ബാങ്ക്, നമ്മുടെ ജോലി സ്ഥലത്ത് ദാറ്റ് ഇസ് എംപ്ലോയറിനെ അറിയിക്കുക. അതുകൊണ്ട് അപ്പോഴല്ലേ നമ്മുടെ പേ സ്ലിപ്പിലൊക്കെ അത് വരത്തുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ്, ഈ പ്രൊവൈഡേഴ്സിനെയൊക്കെ അറിയിക്കുക, കൗൺസിലിനെ അറിയിക്കണം. ഓക്കെ, കൗൺസിൽ ടാക്സിലൊക്കെ ഈ പറയുന്ന അഡ്രസ് ചേഞ്ച് ചെയ്യണം. നെക്സ്റ്റ് നമുക്കറിയാം, നമ്മളൊരു ഒരു റെൻറ്റഡ് ഹൗസിൽ താമസിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു ഡെപ്പോസിറ്റ് അടയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കൊടുക്കുമ്പോൾ ആ ഡെപ്പോസിറ്റ് നമുക്ക് റിട്ടേണും വരാറുണ്ട്. അപ്പം അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നിങ്ങളുടെ ലാൻഡ് ലോഡോ അല്ലെങ്കിൽ ഹൂഎവർ ഈസ് ഹാൻഡ്ലിങ്, ഇപ്പം നമ്മുടെ കേസിൽ ഏജൻ്റ് ആണെന്ന് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏജൻറ്റിനോട് സംസാരിക്കുക. ഹൂഎവർ ഇറ്റ് ഈസ്, അവർ ഡെപ്പോസിറ്റ് നമുക്ക് റിട്ടേൺസ് റെഡിയാക്കി തരും. പക്ഷേ ഫുൾ റിട്ടേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട് നമുക്ക് എങ്ങനെയാണോ അവർ തന്നത് തിരിച്ചതുപോലെ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഒരു 95% കേസസിലും നമുക്ക് അങ്ങനെ പറ്റാറില്ല. കാരണം പിള്ളേരൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നമുക്കറിയാലോ ഡാമേജുകൾ ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നിടത്ത് പറ്റുന്ന അത്രയും നമുക്ക് ചെയ്യാവുന്ന മെയിൻ്റെനൻസ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇനി പിന്നെ ക്ലീനിങ് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഒരാളെ വെളിയിൽ നിന്ന് നമുക്ക് ആൾക്കാരെ ഹയർ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കുറച്ച് എക്സ്പെൻസീവ് ഓപ്ഷൻ ആയിരിക്കും, പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ കേസിൽ നമ്മൾ സ്വയമേ ചെയ്തത് കേട്ടോ. അവർ വന്ന് ചെക്ക് ചെയ്യും. ഇനി ഡാമേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരത് അതിനനുസരിച്ചുള്ള ഡിഡക്ഷൻസ് ചെയ്തിട്ട് ബാക്കി നമുക്ക് റിട്ടേൺസ് ചെയ്യും കേട്ടോ. അതപ്പോൾ നമ്മളെപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വെരി നെക്സ്റ്റ് ഈസ് ഹോം ഇൻഷുറൻസ്. ഓക്കെ, നമ്മൾ മേടിച്ചേക്കുന്ന വീടിനെ ഇൻഷുർ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഒരു അറിയാലോ ഇൻഷുറൻസിൻ്റെ കാര്യം. അപ്പം അതൊരു പ്രൊട്ടക്ഷനാണ് ഫോർ ഹോം. സോ അത് എടുക്കാൻ മറക്കരുത്. അത് സാധാരണ രീതിയിൽ നമ്മുടെ സോളിസിറ്റർ നമ്മളോട് പറയും എടുക്കണമെന്ന്. പിന്നെ അവർ നമ്മളോട് ചോദിക്കുകയും ചെയ്യും എടുത്തല്ലോ എന്നൊക്കെ. അപ്പം മേക്ക് ഷുവർ ദാറ്റ് ഹോം ഇൻഷുറൻസ് ഇസ് ഇൻ പ്ലേസ് കേട്ടോ. Okay guys, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. I believe I've touched every points that we need to consider when like in between moving houses. But എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സോ ദാറ്റ് അതേഴ്സ് ക്യാൻ ഓൾസോ സീ ഇറ്റ്. ഓക്കെ, പിന്നെ ഹോം ടൂർ വീഡിയോ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് യു ഗൈസ് വാണ്ടഡ് ടു സീ ദിസ് വീഡിയോ. സോ ദാറ്റ്
ദാറ്റ് ഈസ് വൈ ഫൈനലി വി ഹാവ് ബ്രോട്ട് ദാറ്റ് വീഡിയോ ഇൻ ടു ലൈഫ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. ആൻഡ് എൻ്റെ സ്റ്റാറ്റ്സ് കാണിക്കുന്നത് കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്നത് നോൺ സബ്സ്ക്രൈബേഴ്സ് ആണെന്നാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടുമാണ് എന്നെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ചെറുതായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്താ പറയുന്നത്, സമയം കിട്ടാത്തതിൻ്റെ കാരണം കൊണ്ട് ഒന്ന് പുൾ ബാക്ക് ചെയ്യാറുണ്ട് വീഡിയോ ഇടാനൊക്കെ ആയിട്ട്. ബട്ട് നിങ്ങളത് ക്ഷമിക്കുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഓരോ ആഴ്ചയിലും ഒരു വീഡിയോയിൽ വെച്ചെങ്കിലും ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. സോ ഐ വിൽ സീ യു സൂൺ ഇൻ അനദർ ന്യൂ വീഡിയോ. Until then, take care. God bless and